Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ ബിസിനസ് റെഗുലേഷൻ്റെ 2023 ഇയറിലെ BCom BBA സ്റ്റുഡൻസിൻ്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം BComകാരുടെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കാം. BBAക്കാരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, നിങ്ങൾക്കും വരുന്ന ടേംസ് തന്നെയാണിത്. സോ ഫസ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം ഇത് ടൈപ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. അതായത് അക്കോർഡിംഗ് ടു വാലിഡിറ്റിൻ്റെ കേസിൽ വാലിഡ് കോൺട്രാക്ട്, വോയിഡ് എഗ്രിമെന്റ്സ്, വോയിഡ് ഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ കോൺട്രാക്ട്. അതേപോലെ നെക്സ്റ്റ് വരുന്നത് എക്സ്പ്രസ്, ഇംപ്ലൈഡ്, ക്വാസി, പിന്നെ എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ. ഇതേപോലെ നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ചില കുട്ടികൾ ചോദിക്കുന്ന കാര്യം ഈ അക്കോർഡിംഗ് ടു വാലിഡിറ്റി, അക്കോർഡിംഗ് ടു ഫോർമേഷൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കേസ്. അങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിന് ഹെഡിങ് കൊടുത്തിട്ട് 1 2 3 4 എന്ന് പറഞ്ഞ താഴേക്ക് ഇതെല്ലാം എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മിസ് വീണ്ടും പറയുന്നില്ല. ഇതാണ് സംഭവം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്വാസി കോൺട്രാക്ട് എന്താന്ന് ഒരു പാരഗ്രാഫ് എഴുതണം. അതിനുശേഷമാണ് ടൈപ്സിന് ഹെഡിങ് കൊടുത്തിട്ട് ടൈപ്സ് താഴേക്ക് എഴുതേണ്ടത്. ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ കോൺട്രാക്ട് ക്രിയേറ്റഡ് ബൈ ലോ ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ് ക്വാസി കോൺട്രാക്ട്. അതൊരു റിയൽ കോൺട്രാക്റ്റ് അല്ല, ക്രിയേറ്റഡ് ബൈ ലോ ആണ്. ഇത് നമ്മൾ ആദ്യം ഒരു പാരഗ്രാഫ് എഴുതി വെക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആൻസർ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്: ക്ലെയിംസ് ഫോർ നെസസറീസ് സപ്ലൈഡ്, റീഇംബേഴ്സ്മെന്റ് ഓഫ് പേയ്മെന്റ്, ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദ ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുറ്റീവ്സ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്, മണി പെയ്ഡ് ഓർ തിങ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക്. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്. ഇത് നമ്മൾ എഴുതണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, ഇതും നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് 10ാമത്തെ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ നമ്പർ പറയുമ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ വീഡിയോ നേരെ പോയി കണ്ടാലും മതി. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കൊഹഷൻ. അപ്പോൾ ഇവിടെയും നമ്മൾ കൊഹഷൻ എന്താണെന്ന് എഴുതാം. ഒരാളെ ത്രെട്ടൻ ചെയ്ത് നമ്മൾ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് കൊഹഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫീച്ചേഴ്സ് നമ്മൾ എഴുതും. കൊഹഷൻ എന്ന് പറയുന്നത് ഒരാളെ ത്രെട്ടൻ ചെയ്ത് കമ്മിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ എന്താ പറയുക, ത്രെട്ടൻ ചെയ്ത് ഒരാളെ നമ്മൾ കൊണ്ടുവരുന്നതാണ് കൊഹഷൻ എന്ന് പറയുന്നത്. അൺലോഫുൾ ആണ്, ത്രെട്ടനിങ് ആണ്. ദ ഇന്റൻഷൻ ഓഫ് കമ്പലിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെന്റ്. ഒരു എഗ്രിമെന്റിലേക്ക് കമ്പൽ ചെയ്യുന്നതാണ് കൊഹഷൻ. കൊഹഷൻ ക്യാൻ ബി അപ്ലൈഡ് എയ്തർ ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഓർ ഈവൻ ബൈ ദ സ്ട്രേഞ്ചർ. പാർട്ടിയിലുള്ള ആൾ തന്നെ, അതായത് ഞാനും അപ്പുവും തമ്മിലുള്ള കോൺട്രാക്ട്, ഞാൻ തന്നെ അപ്പുവിനെ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ വേറെ ആളെ വിട്ടിട്ടും അപ്പുവിനെ ഭീഷണിപ്പെടുത്താം. അങ്ങനെ ആര് വഴി വേണമെങ്കിലും ഭീഷണിപ്പെടുത്താൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മൾ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വോയിഡ് ഡബിൾ ആണ് എന്നുള്ള കേസും കൂടി നമ്മൾ പറഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എലമെന്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് കവീറ്റ് എംറ്റർ, വാട്ട് ആർ ദി എക്സംഷൻസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് കവീറ്റ് എംറ്റർ നമ്മൾ ആദ്യം എന്താണെന്ന് എഴുതണം. അതായത് ലെറ്റ് ദ ബയർ ബി വെയർ എന്നുള്ളതാണ് കവീറ്റ് എംറ്ററിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങുക എന്നുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കവീറ്റ് എംറ്റർ. 2 മാർക്കിനും ചോദിക്കാം. ഇനി ഇതിൻ്റെ എക്സംഷൻസ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 17ാമത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തിട്ടില്ല, 17ാമത്തെ ചാപ്റ്ററിലുണ്ട്. ഞാൻ ജസ്റ്റ് വായിക്കാം. ഫിറ്റ്നസ് ഫോർ ബയേഴ്സ് പർപ്പസ്, ബയറിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ്. സെയിൽ അണ്ടർ എ പാറ്റന്റ് ഓർ ട്രേഡ് നെയിം പാറ്റന്റിൻ്റെ എന്താണ് സെയിൽ നടക്കുന്ന സമയത്ത്. ദെൻ മെർക്കൻഡൈൽ ക്വാളിറ്റി, ദെൻ യൂസേജ് ഓഫ് ട്രേഡ്, കൺസെന്റ് ബൈ ഫ്രോഡ്, സെയിൽ ബൈ സാമ്പിൾ, മിസ് റെപ്രസെൻറ്റേഷൻ. ഇത്രയാണ് എക്സംഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 17th ചാപ്റ്ററിലുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തില്ല എന്ന് പറയുന്നത്, കോൺട്രാക്റ്റേ ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ റൂള് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ കൺസിഡറേഷൻ ആദ്യം എന്താണെന്ന് എഴുതണം. കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. അതായത് ഇറ്റ് ഡസ് നോട്ട് മീൻ ദ പേയ്മെന്റ് ഓഫ് മണി ഓൺലി. മണി മാത്രം അവിടെ പേയ്മെന്റ് നടത്തണമെന്നില്ല. മണി വാല്യൂ ഉള്ള എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ
കൈമാറ്റം ചെയ്യാം, അതിനെയാണ് കൺസിഡറേഷൻ. സംതിങ് ഇൻ റിട്ടേൺ, അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല, ബിക്കോസ് കോൺട്രാക്റ്റിലെ ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ് കൺസിഡറേഷൻ. അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ നൾ, വോയിഡ് എന്നൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ നേക്കഡ് പ്രോമിസ് എന്നൊക്കെയാണ് വിളിക്കുക. അല്ലെങ്കിൽ പറയുന്ന ഒരു പേരാണ് നഡും പാക്റ്റം എന്നുള്ളത്. ഞാൻ 2 മാർക്കിൽ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നിട്ട വീഡിയോയിൽ. ഇതാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹു ആർ ദി പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വരുന്നത് ചാപ്റ്റർ 5 കപ്പാസിറ്റി ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ഒരു പാരഗ്രാഫ് നമ്മൾ കൊടുക്കണം. അതായത് എന്താ പറയുക, കപ്പാസിറ്റി, എല്ലാവർക്കും ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ആവാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കഴിയാത്ത ആളുകളിൽ ഒരു വിഭാഗമാണ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ. ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണെന്ന് പറഞ്ഞ് താഴേക്ക് എഴുതുക. ഏലിയൻ, എനിമി, അതേപോലെ തന്നെ ഫോറിൻ സവോറിയൻസ്, നമ്മൾ വിദേശ പ്രതിനിധികൾ ഉണ്ടല്ലോ, അവരായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. കോൺവിക്റ്റുകൾ, കുറ്റവാളികൾ, പ്രൊഫഷണൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റിന് തന്റെ ക്ലയന്റ് പൈസ തന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പാടില്ല. ഇവിടെ കേസ് എന്ന് ഉദ്ദേശിച്ചത് കേസ് ഒരു തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതേപോലെ ഡോക്ടർക്ക് പേഷ്യന്റ് ഫീസ് തന്നില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് പ്രൊഫഷണൽ പേഴ്സൺസിന്റെ കേസ് പറയുന്നത്. പിന്നെ ഇൻസോൾവൻസ് എന്ന് പറഞ്ഞാൽ പാപ്പരായിട്ടുള്ള വ്യക്തികൾ, ഇവരുമായിട്ടും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ്, അവരുടെ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞ ആളുകളുമായിട്ട് മാത്രമേ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ബാക്കി ആളുകളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നെ വിമൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ ഉദ്ദേശിക്കുന്നത്. കല്യാണം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും അല്ല, കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവ് നന്നായി നോക്കിയിട്ടും നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനോ കാര്യങ്ങൾക്കോ പാടില്ല. അപ്പൊ ഇത്രയും ആളുകളാണ് നമ്മുടെ ലോ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു വേണം നിങ്ങളെ ആൻസറിലേക്ക് എത്താനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം 18th ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ 18th ചാപ്റ്ററിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ചാപ്റ്ററിൽ സ്റ്റേറ്റ് കൗൺസിൽ, ഡിസ്ട്രിക്ട് കൗൺസിൽ, നാഷണൽ ഓർ സെൻട്രൽ കൗൺസിൽ എന്ന് പറഞ്ഞ 3 എണ്ണം ഉണ്ട്. അതാണ് 3 ടയർ സിസ്റ്റം അല്ലെങ്കിൽ ഈ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസി എന്ന് പറഞ്ഞിട്ട് നമുക്കത് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തൊട്ട് മുന്നത്തെ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടുപോവുക. അടുത്ത ചോദ്യമാണ് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എൻ ഏജന്റ്. ഒരു ഏജന്റിന്റെ റൈറ്റ്സ് എന്താണ്? 18th ചാപ്റ്റർ ഏജൻസി, കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഏജന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, റിസീവ് റെമ്യൂണറേഷൻ, റൈറ്റ് ടു ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? പൊസഷൻ അല്ലെ, റൈറ്റ് ടു പൊസഷൻ, കൈവശം വെക്കാനുള്ള അവകാശത്തെയാണ് ലീൻ എന്ന് പറയാ. റൈറ്റ് ടു ഇൻഡംനിഫിക്കേഷൻ, നഷ്ടം നികത്താനായിട്ട്, കോമ്പൻസേഷൻ കിട്ടാനായിട്ട്, സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഇത്രയും കാര്യങ്ങൾക്കുള്ള റൈറ്റ്സ് നമ്മുടെ ഏജന്റിനുണ്ട്. അപ്പൊ ഏജന്റ് ആരാന്ന് എഴുതുക, അതിനുശേഷം ഈ റൈറ്റ്സ് എഴുതി 1-2 വരിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഷോർട്ട് എസ്സേ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഏജൻസിയുടെ ചാപ്റ്ററിലെ കൈൻഡ്സ് ഓഫ് ഏജന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ സബ് ഏജന്റ്, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്, പ്രിറ്റൻഡന്റ് ഏജന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ നമ്മുടെ ഷോർട്ട് എസ്സേകളിൽ നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത് ബെയിലറിന്റെയും ബെയിലിയുടെയും റൈറ്റ്സ്, ഏജന്റിന്റെ റൈറ്റ്സ്, പ്ലെഡ്ജർ ഓർ പ്ലെഡ്ജിയുടെ റൈറ്റ്സ്, അങ്ങനെയുള്ള ആളുകളില്ലേ സ്പെഷ്യൽ കോൺട്രാക്ട്സിൽ വരുന്ന ആളുകൾ, അവരുടെയൊക്കെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ബികോമുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി BBA-കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻ ഓഫ് ലോ റിലേറ്റിംഗ് ടു മൈനേഴ്സ് കോൺട്രാക്ട്. മൈനേഴ്സ് കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊവിഷൻ ഓഫ് ലോവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം, മൈനർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്ന് പറയുന്ന 5th ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ മൈനേഴ്സ് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഇവരുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ട് എന്താവും? വെറും വോയിഡ് അല്ല, വോയിഡ് അബ് ഇനീഷ്യോ ആയിട്ട് മാറും. ഫ്രം ദ വെരി ബിഗിനിങ് ആ ഒരു കോൺട്രാക്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്, വോയിഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ആവും എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. നെക്സ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനർക്ക് എന്താണ് ഇത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. വോയിഡ് അബ് ഇനീഷ്യോ ഫ്രം ദ വെരി ബിഗിനിങ് അത് ഇല്ലാതാകും. രണ്ടാമത് നമുക്ക് പറയാം മൈനർ ക്യാൻ ബി ദ പ്രോമിസി ഓർ ബെനിഫിഷ്യറി. മൈനർക്ക് ഒരു ബെനിഫിഷ്യറി ആയിട്ട് നേട്ടങ്ങൾ കിട്ടാൻ നിൽക്കുന്ന ഒരാളായിട്ട് മൈനർക്ക് നിന്നാൽ വലിയ പ്രശ്നമില്ല. ദെൻ അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം മൈനേഴ്സ് ക്യാൻ പ്ലീഡ് ഹിസ് മൈനോറിറ്റി. എപ്പോഴും ഞാൻ മൈനർ ആയതുകൊണ്ടല്ലേ ഞാൻ അത് ചെയ്തത്, അങ്ങനെ എപ്പോഴും പറഞ്ഞു നിൽക്കാൻ പറ്റും, കുഴപ്പമില്ല. ദെൻ എ മൈനർ കനോട്ട് ബി ആസ്ക്ഡ് ടു കോമ്പൻസേറ്റ് ഓർ
പേ ഫോർ എനി ബെനിഫിറ്റ് റിസീവ്ഡ്. എന്തെങ്കിലും ബെനിഫിറ്റ് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനർക്ക് അതിന്റെ കോമ്പൻസേഷൻ ചോദിക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ലോകളൊക്കെ മൈനറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ദെൻ മൈനർക്ക് ഒരു ഏജന്റ് ആവാൻ സാധിക്കും, പക്ഷെ ഒരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ആവാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പൊ ബികോമുകാർക്ക് കൊഹഷൻ ചോദിച്ചപ്പോൾ നിങ്ങളോട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊഹഷൻ പറഞ്ഞു ഒരാളെ ത്രട്ടൻ ചെയ്യുന്നതാണ്, ത്രട്ടൻ ചെയ്ത് ഭീഷണിപ്പെടുത്തി ഒരാളെ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് കൊഹഷൻ എന്ന് പറഞ്ഞു. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പവർ ഉപയോഗിച്ച്, പവർ ഓർ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ നമ്മൾ ഭീഷണിപ്പെടുത്തി ഒരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും, അപ്പൊ ടീച്ചറിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്നത് ആരാ? ടീച്ചറാണ്. അപ്പൊ ടീച്ചറുടെ പവർ അല്ലെങ്കിൽ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റുഡന്റിനെ ഭീഷണിപ്പെടുത്താണ്. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. മാനേജർ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുന്നു, പ്രിൻസിപ്പൽ ടീച്ചറിനെ ഭീഷണിപ്പെടുത്തുന്നു, ടീച്ചർ സ്റ്റുഡന്റിനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ പവർ അല്ലെങ്കിൽ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അത് തെറ്റാണ്, വോയിഡ് ആണ്. അപ്പോൾ അത് എഴുതാം. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ്, ഇങ്ങനെ ഒരു പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഒരാൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും, അതിന്റെ എന്താ പറയുക എഫക്റ്റ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മതി, സംഭവം സെറ്റായി. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ. മറ്റോടത്തെ ഏജന്റ് ചോദിച്ചെങ്കിൽ ഇവിടെ ബെയിലറിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്താണെന്ന് എഴുതണം. നമ്മൾ ഒരു പർപ്പസിന് വേണ്ടി ഏതെങ്കിലും ഒരു ഗുഡ്സ് ഒരാൾക്ക് കൈമാറുന്നതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുക. നമ്മൾ ഫ്രണ്ടിന് വണ്ടി ഓടിക്കാൻ കൊടുത്തു, ഒരു പർപ്പസിന് വേണ്ടി ഓടിക്കാൻ കൊടുത്തു, അവിടെ ഓണർഷിപ്പ് കൈമാറുന്നില്ല, ജസ്റ്റ് പൊസിഷൻ മാത്രമാണ് കൈമാറുന്നത്, അതാണ് ബെയിൽമെന്റ്. അവിടെ ബെയിലർ ഉണ്ട്, ബെയിലി ഉണ്ട്. അപ്പൊ ഗുഡ്സ് കൊടുക്കുന്ന ആളാണ് ബെയിലർ. അപ്പൊ ആ ബെയിലറിന്റെ റൈറ്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റൈറ്റ്സ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാം എന്താ എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്, റൈറ്റ് ടു ക്ലെയിം ഡാമേജ്, റൈറ്റ് ടു ടെർമിനേറ്റ് ദ കോൺട്രാക്ട്, റൈറ്റ് ടു ക്ലെയിം ദ കോമ്പൻസേഷൻ, ടു ക്ലെയിം ദ ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ ഗുഡ്സ് എന്നൊക്കെ, റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദ ഗുഡ്സ് ബെയിൽഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് റൈറ്റ്സ് ഓഫ് ബെയിലർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചോദ്യം, ഡിഫറൻഷിയേറ്റ് കോൺട്രാക്ട് ഫ്രം എഗ്രിമെന്റ്. കോൺട്രാക്റ്റും എഗ്രിമെന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസിയുമാണ്. ഇത് പഠിക്കാതെ ബിസിനസ് റെഗുലേഷൻ നമുക്ക് പഠിക്കാനേ പറ്റില്ല എന്നാണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു ബോക്സ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് വരച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും. എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഒരാൾ ഓഫർ വെക്കുന്നു, മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതാണ് എഗ്രിമെന്റ്. പക്ഷെ ആ ഒരു ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, അതായത് എഗ്രിമെന്റിൽ കൂടെ എൻഫോഴ്സിബിലിറ്റി ബൈ ലോ, അതായത് നിയമത്തിന്റെ വശം കൂടി വന്നു കഴിഞ്ഞാൽ അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറി. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് എവ്രി എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട് ബട്ട് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞും ചോദ്യം വരാം. അതായത് എഗ്രിമെന്റ്സിനെ പോയിട്ട് നമുക്ക് കോൺട്രാക്ട് എന്ന് വിളിക്കാൻ പറ്റില്ല. എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി, ഞാൻ എൻ്റെ വണ്ടി വിൽക്കുന്നുണ്ട്, 1,00,000 രൂപയ്ക്ക് വണ്ടി വിൽക്കുന്നുണ്ട് എന്നുള്ള ഓഫർ വെച്ചു. അപ്പം മറ്റാൾ പറഞ്ഞു ഓക്കെ ഞാനത് വാങ്ങാം, ഇതാണ് എഗ്രിമെന്റ്. ദെൻ അവർ അതിനൊരു മുദ്ര പേപ്പറിലൊക്കെ ആക്കി എഴുതി സീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലീഗാലിറ്റി വന്നില്ലേ, അപ്പോഴേ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ കോൺട്രാക്റ്റിനെ പോയിട്ട് എഗ്രിമെന്റ് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, കാരണം അതിൽ എഗ്രിമെന്റും ഉണ്ട്, ലോയും ഉണ്ട്. പക്ഷെ എഗ്രിമെന്റിനെ പോയിട്ട് കോൺട്രാക്റ്റിന് വിളിക്കാൻ പാടില്ല. അവിടെ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അത് കോൺട്രാക്റ്റ് അല്ല. അതുകൊണ്ട് എഗ്രിമെന്റിനെ കോൺട്രാക്ട് എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാരഗ്രാഫ് ആക്കി എഴുതി ഈ സംഭവം കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലൈബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഷുവർട്ടി ആരാണ്? നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലാണ് വരുന്ന ആളാണ് ഷുവർട്ടി. ഗ്യാരണ്ടി നിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഷുവർട്ടി. ഇനി അതിൻ്റെ എന്താ പറയുക ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലൈബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ആൾക്ക് ആ ഒരു ഷുവർട്ടിയുടെ സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോരാം, ഒരു റിവോക്കേഷൻ നടത്താം. അതായത് റിവോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്രോവൽ ഓർ ടേക്കിംഗ് ബാക്ക്, വിഡ്രോ ചെയ്യാം, ഞാൻ ഇനി നിങ്ങൾ ഷുവർട്ടി ആയിട്ട് നിൽക്കുന്നില്ല എന്ന് പറയാം, അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഷുവർട്ടിയുടെ മരണത്തോടു കൂടി, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ബൈ കണ്ടക്ട് ഓഫ് ദി ക്രെഡിറ്ററുടെ കണ്ടക്ട് മൂലം നമ്മുടെ ഷുവർട്ടിക്ക് ഇറങ്ങിപ്പോരാം. അപ്പോൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നതുപോലെ ഇറങ്ങിപ്പോരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഷുവർട്ടിക്ക് ഡിസ്ചാർജ് ആയി പോരാം എന്നാണ് പറയുന്നത്. അടുത്തൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ.
സെയിലിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ, ഇത് ശ്രദ്ധിക്കണം, കോൺട്രാക്ടിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് പോയി എഴുതരുത്, അത് എസ്സേ ആണ്. ഇത് ഷോർട്ട് എസ്സേക്ക് സെയിലിന്റെ ആണ്. 17ാമത്തെ ചാപ്റ്റർ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930 പ്രകാരം ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. സെയിൽ എന്ന് പറയുന്ന കോൺട്രാക്ടിന്റെ ഫീച്ചേഴ്സ്, എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ നമ്മൾ എഴുതിയാൽ മതി, 2 പാർട്ടീസ് വേണം, കോൺട്രാക്ട് ഉണ്ടായിരിക്കണം, മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം, നമ്മളിവിടെ പ്രോപ്പർട്ടി നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്, ദെൻ ബാക്കി എല്ലാ ഫോർമാലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം, റിട്ടേൺ ഓർ വേർഡ് നമ്മൾ അത് എഗ്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ സാധാരണ ഒരു കോൺട്രാക്ടിന് പറയുന്ന പോലെയുള്ള സാധനങ്ങൾ തന്നെ, അത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതണ്ടെന്ന് മാത്രം. ഇതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജന്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്ന 16th ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യം. സബ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രിൻസിപ്പൽ, എനിക്ക് പകരം എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ നിയമിച്ചിരിക്കുന്ന വ്യക്തിനെ പറയുന്ന പേരാണ് ഏജന്റ്. അപ്പൊ ഞാനൊരു ഏജന്റിനെ നിയമിച്ചു എന്റെ കീഴിൽ. അപ്പൊ ആ ഒരു ഏജന്റ് എന്ത് ചെയ്തു, വേറൊരു ഏജന്റിനെ ഏജന്റിന്റെ കീഴിൽ നിയമിച്ചു. അതായത് ഒരു ഏജന്റിന്റെ അണ്ടറിൽ വേറൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സബ് ഏജന്റ്. എൻ ഏജന്റ് അപ്പോയിന്റഡ് ബൈ എൻ ഏജന്റ്, അതാണ് സബ് ഏജന്റ്. ഇനി എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർ കോ ഏജന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രിൻസിപ്പിൾ തന്നെ അറ്റ് ദ സെയിം ടൈം 2 ഏജന്റുമാരെ നിയമിക്കുകയാണ്, ഒരാൾക്ക് പകരം ഒരാൾ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർ കോ ഏജന്റ് എന്ന് പറയുന്നത്. then അവിടെ തന്നെ വേറൊരു ഏജന്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ വെറുതെ ഒന്ന് പറയാം, പ്രിറ്റൻഡന്റ് ഏജന്റ്. പ്രിറ്റൻഡന്റ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അൺട്രൂലി റെപ്രസെന്റ് ഹിംസെൽഫ് ദി ഏജന്റ്. അതായത് ആൾ ആക്ച്വലി ഒരു ഏജന്റ് അല്ല, പക്ഷെ ഏജന്റ് ആണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് നടക്കുന്ന ഏജന്റ്, പ്രിറ്റൻഡ് ചെയ്യുക, അഭിനയിക്കുക, ആക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരാളെയാണ് പ്രിറ്റൻഡന്റ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തൊരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദി കോമ്പറ്റീഷൻ ആക്ട്. കോമ്പറ്റീഷൻ ആക്ടിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് BBA-ക്കാർക്ക് മാത്രം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫീച്ചേഴ്സ് ഓഫ് ദി കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ കോമ്പറ്റീഷൻ ആക്ട് എന്താണെന്ന് എഴുതാം, അതിന്റെ ഫീച്ചേഴ്സും അവിടെ എഴുതി വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ മോഡലായിരിക്കും, ഇതേ സെയിം ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റില്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ 1 or 2 റിപ്പീറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്ന ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ ചാപ്റ്റേഴ്സും ടച്ച് ചെയ്ത് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി എസ്സേകൾ മാത്രം ഞാൻ അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.